നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫയിലെ നഴ്സിംഗ് സൂപ്പർവൈസർമാരുടെയും ഡോക്ടർമാരുടെയും സംയുക്ത സമ്മേളനം ഫെബ്രുവരി 4 ബുധനാഴ്ച എടമുട്ടം ആൽഫ തറവാട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതായി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു അറിയിച്ചു. 2026 ഹോം കെയർ പരിചരണത്തിൽ ഗുണപരമായ മാറ്റങ്ങൾക്കായി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, കോഴിക്കോട്ട് നടന്ന നേഴ്സ് പാൽക്കൺ 2026 കോൺഫറൻസിന്റെ അനുഭവം പങ്കുവയ്ക്കൽ, വിവിധ വിഷയങ്ങളിലുള്ള പ്രസന്റേഷനുകൾ എന്നിവയാണ് അജണ്ട. രാവിലെ 10 മുതൽ 3 വരെ നടക്കുന്ന യോഗത്തിലേക്ക് എല്ലാ ഡോക്ടർമാരെയും നഴ്സിംഗ് സൂപ്പർവൈസർമാരെയും പങ്കെടുപ്പിക്കാൻ സെന്ററുകളുടെ ഭാരവാഹികളുടെ സഹകരണം അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആൽഫ വെള്ളങ്കല്ലൂർ സെന്റർ വാർഷിക പൊതുയോഗം 31 ശനിയാഴ്ച സെന്ററിൽ ചേരും. രാവിലെ 10 മണിക്ക് പ്രസിഡന്റ് AB സക്കീർ ഹുസൈന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ 2025 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടുകളും സാമ്പത്തിക സേവന റിപ്പോർട്ടുകളും അവതരിപ്പിക്കും. തുടർന്ന് പുതിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരന്റെ സാന്നിധ്യത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആൽഫ ഏറ്റുമാനൂർ സെന്ററിന്റെ 1ാം വാർഷികം വിവിധ പരിപാടികളോടെ 31 ശനിയാഴ്ച സെന്ററിൽ ആഘോഷിക്കും. വയോജന കൂട്ടായ്മ, റെസിഡൻസ് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ രാവിലെ 10 മണിക്ക് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ആൽഫയുടെ സെന്ററിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സജി OA ഉദ്ഘാടനം ചെയ്യും. അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കും ആൽഫയുടെ രക്ഷാധികാരികൾക്കും സ്വീകരണം നൽകുമെന്ന് പ്രസിഡന്റ് മാത്യു വലിയകുളത്തിൽ, സെക്രട്ടറി ജോൺ ഫിലിപ്പോസ്, ട്രഷറർ ഷാൻഡി മാത്യു തുടങ്ങിയവർ അറിയിച്ചു. ആൽഫ കമ്പാഷനേറ്റ് കേരളം വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, SAPC കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അനിൽ മോഹൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിക്കും. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.